പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ എത്തുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള രാഷ്ട്രീയ ചലനങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യ സഖ്യം വലിയ ആത്മവിശ്വാസത്തിൽ രാജ്യത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത്. എസ് വിജയകുമാർ ഞങ്ങളുടെ പ്രതിനിധി തുടരുന്നുണ്ട്. ന്യൂസ് ഡെസ്കിൽ നിന്ന് വിജയകുമാർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്ന പഴി, അദ്ദേഹത്തിന് നേരെ ഉണ്ടായ ആക്ഷേപങ്ങൾ, അതൊന്നും ആ ഭാരമൊന്നും ഇല്ലാതെയല്ലേ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തുന്നത്? സത്യത്തിൽ രാഹുലിൻ്റെ റായ്ബറേലിയിലെ വിജയത്തിളക്കത്തിന്റെ ശോഭ കൂടി പ്രിയങ്കയുടെ ഈ സ്ഥാനാർത്ഥിത്വത്തിൽ വീണുകിടക്കുന്നില്ലേ? ഗോപി, കോൺഗ്രസിന് പ്രതിപക്ഷ മുന്നണിക്കുണ്ടായ വലിയ ആത്മവിശ്വാസം അത് വലിയ തീരുമാനങ്ങൾ എടുക്കാൻ ആ മുന്നണിയെ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പ്രാപ്തരാക്കുന്നു. അതാണ് ഈ തീരുമാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇപ്പോൾ റായ്ബറേലിയിൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. വയനാട് വലിയ ഭൂരിപക്ഷത്തിൽ നിലനിർത്തുന്നു. ഉത്തർപ്രദേശിൽ വലിയ BJPയെ വളരെ പിന്നിലേക്ക്, BJPയുടെ ടോട്ടൽ ടാലി വളരെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലേക്ക് കോൺഗ്രസ് സമാജ്വാദി പാർട്ടി സഖ്യത്തിൻ്റെ വലിയ മുന്നേറ്റമുണ്ടാകുന്നു. ഇതൊക്കെ കാണിക്കുന്നത് കോൺഗ്രസ് ഒരു തിരിച്ചുവരവിന് അത് ഹിന്ദി ഹൃദയഭൂമിയിലും സജ്ജമായിട്ടുണ്ട്, അതിന് കരുത്ത പാർട്ടിക്കുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ആ ആത്മവിശ്വാസത്തിൽ നിന്ന് ഉണ്ടാകുന്നതാണ് ഈ പ്രധാനപ്പെട്ട പുതിയ തീരുമാനങ്ങളൊക്കെ. അതുതന്നെയാണ് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ എത്തുന്നു എന്നത് വ്യക്തമാക്കുന്നത്. നേരത്തെ നമുക്കറിയാം 2019 പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി വലിയ മുറവിളി ഉണ്ടായിരുന്നു. പിന്നീട് നടന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അവിടെ നയിക്കണം എന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആകെ പറഞ്ഞതാണ്. യോഗി ആദിത്യനാഥിനെ നേരിടാൻ പ്രിയങ്ക UPയിൽ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിക്കണം, പ്രചാര രംഗത്ത് പോരാ, ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്ക് ഇറങ്ങണമെന്ന ആവശ്യം ഉയർന്നതാണ്. അന്നൊക്കെ പ്രിയങ്ക ഗാന്ധി അത് നിരാകരിച്ചത് ആ ആത്മവിശ്വാസക്കുറവ് തന്നെ ആയിരിക്കാം അവരെ പിന്തിരിയാൻ പ്രേരിപ്പിച്ചത് എന്നതാണ്. നമുക്കറിയാം പ്രിയങ്ക ഗാന്ധിയൊക്കെ പുതിയ ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ആകെ മാറിയിരിക്കുന്നു. വളരെ അഗ്രസീവായി നരേന്ദ്രമോദിയെ അറ്റാക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ആകെ മാറിയിരിക്കുന്നു കോൺഗ്രസ് നേതൃത്വം. ആ ആത്മവിശ്വാസം വളരെ പ്രകടമാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ. അതുതന്നെയാണ് ഇപ്പോൾ ഇത്തരമൊരു തീരുമാനം എടുക്കുന്നതിലേക്ക് കോൺഗ്രസിനെ എത്തിക്കുകയും ചെയ്തിരിക്കുന്നത്. വളരെ സജീവമായി BJPയെ നേരിടാൻ രാഹുൽ വടക്കും പ്രിയങ്ക തെക്കും ഉണ്ടാകുമെന്ന സന്ദേശം തന്നെയാണ് നൽകുന്നത്. തെക്കേ ഇന്ത്യയുടെ കാര്യത്തിൽ കേരളത്തിൽ അധികാരത്തിലേക്ക് തിരികെ വരിക എന്നത് കോൺഗ്രസിൻ്റെ ഈ സമയത്ത് വലിയ ആവശ്യം തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴേക്കും ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുവട് പിടിച്ചൊരു മുന്നേറ്റം ഉണ്ടാക്കണമെങ്കിൽ അതിന് ഉതകുന്ന തരത്തിലുള്ള രാഷ്ട്രീയ തീരുമാനങ്ങൾ കേരളത്തിലുണ്ടാകണം. അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് വയനാട്ടിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ പോകുന്നത്. കർണാടകയിൽ സർക്കാരുണ്ട്, ഇപ്പോൾ തെലങ്കാനയിൽ സർക്കാരുണ്ട്, തമിഴ്നാട്ടിൽ ഭരണമുന്നണിയുടെ ഭാഗമാണ്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിൻ്റെ എക്കാലത്തെയും കരുത്തുറ്റ ഒരു സംസ്ഥാനം എന്ന് വെച്ചാൽ സംഘടനാ സംവിധാനമൊക്കെ മറ്റു പല സംസ്ഥാനങ്ങളെക്കാളും അധികാരത്തിലുണ്ടെങ്കിലും ഇല്ലെങ്കിലും കോൺഗ്രസിന് കേരളത്തിൽ ശക്തമാണ്, സജീവമാണ്. ജില്ലാ തലങ്ങളിലൊക്കെ സജീവമായ DCCകൾ താഴെ മണ്ഡലം തട്ടിലൊക്കെ ഉണ്ട് പ്രവർത്തനങ്ങൾ. അപ്പോൾ അത്തരമൊരു സംസ്ഥാനത്തേക്ക് ഭരണത്തിലേക്ക് തിരികെ വരുന്നതിന് പോലും അതിനൊക്കെ ഉതകുന്ന തരത്തിലേക്ക് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം മാറണമെന്നാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഏറ്റവും നല്ല തീരുമാനമാണ് എന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തുന്നത്. പ്രിയങ്ക ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ അവർക്ക് ഒരു ഇറങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം കൂടിയാണിത്. അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ പല വിമർശനങ്ങളും ഇപ്പോൾ രാഹുൽ മണ്ഡലത്തെ ഉപേക്ഷിച്ചു, ഹിന്ദി ഹൃദയഭൂമിയിൽ നരേന്ദ്രമോദിയെ നേരിടാൻ രാഹുൽ തയ്യാറാകുന്നില്ല, വയനാട്ടിലേക്ക് ഒളിച്ചു വന്നു എന്നൊക്കെയുള്ള രാഷ്ട്രീയ പ്രിയങ്കയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കുള്ള രംഗപ്രവേശനത്തിന് എന്ന് നമുക്ക് പറയാം. വിജയകുമാർ, സ്വാഭാവികമായും പ്രിയങ്ക ഗാന്ധിയുടെ ഈ വരവ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുത്തൻ ഉണർവ് അല്ലെങ്കിൽ ഒരു പുതിയ താരോദയത്തിന്റെ തുടക്കമായി കാണുന്നവരുണ്ടോ? ആ തരത്തിലുള്ള വിലയിരുത്തലുകൾക്ക് ഈ സന്ദർഭത്തിൽ പ്രസക്തിയുണ്ടോ? ഗോപി, നമ്മൾ കുറച്ച് പുറകോട്ട് ചിന്തിച്ചാൽ ഒരു 5-10 വർഷം നമ്മളൊന്ന് പുറകോട്ട് നമ്മളുടെ ഓർമ്മ കൊണ്ടുപോയാൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം, പ്രിയങ്ക കോൺഗ്രസിനെ നയിക്കണം എന്നൊക്കെയുള്ള മുറവിളി പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നതാണ്. കേരളത്തിൽ നിന്നൊക്കെ വളരെ ശക്തമായി പ്രിയങ്ക ഗാന്ധിക്ക് വേണ്ടി ആളുകൾ രംഗത്ത് വന്നു. ഇന്ദിരാഗാന്ധിയുടെ ചെറുമകളെ, ഇന്ദിരാഗാന്ധി എന്ന മട്ടിൽ ഇന്ദിരാഗാന്ധിയെ പോലെ രൂപസാദൃശ്യമുള്ള പ്രിയങ്ക ഗാന്ധിയെ അതേ നിലയ്ക്ക് ഇന്ദിരാഗാന്ധിയെ പോലെ ഒരാൾ നയിക്കുന്നതായിരിക്കും പ്രിയങ്ക വരുമ്പോൾ സംഭവിക്കുന്നത് എന്നൊക്കെ കോൺഗ്രസ് വളരെ വൈകാരികമായി കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും ഒക്കെ കരുതിയ സമയമുണ്ടായിരുന്നു. ആ സമയം മുതൽ പ്രിയങ്ക ഗാന്ധി സജീവമാകണം, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന ആവശ്യം ശക്തമായി കോൺഗ്രസ് പ്രവർത്തകർ ഉയർത്തിക്കൊണ്ടുവന്നതാണ്.
അങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് പ്രിയങ്ക ഗാന്ധി ഇതാ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക്, അത് കേരളത്തിൽ, അത് വയനാട് പോലെ ഒരു പൊന്നാപുരം, കോൺഗ്രസിന്റെ പൊന്നാപുരം കോട്ടയിൽ മത്സരിക്കാൻ ഇറങ്ങുന്നത്. ഇത് എന്താണ് ദേശീയ രാഷ്ട്രീയത്തിലെ അനായാസം ജയിച്ചു കയറാം എന്നതിനപ്പുറത്തുള്ള രാഷ്ട്രീയ പ്രസക്തിയുണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവിൽ. കന്നി തെരഞ്ഞെടുപ്പിന് പ്രിയങ്ക ഗാന്ധി വയനാട് തെരഞ്ഞെടുക്കുമ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എന്ത് പുത്തൻ പ്രതീക്ഷയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ പ്രിയങ്ക ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സമ്മാനിക്കാൻ പോകുന്നത്? ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി വയനാട്ടിൽ മത്സരരംഗത്തുണ്ടാകുമോ? ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷകൾക്ക് എത്രത്തോളം പ്രിയങ്കയുടെ മത്സരരംഗത്തേക്കുള്ള വരവ് നിറം പകരും എന്ന് തുടങ്ങിയുള്ള ധാരാളം രാഷ്ട്രീയ ചോദ്യങ്ങൾ പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോഴുണ്ട്.